അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മോദി ഗ്യാരണ്ടി എന്താണ് എന്നുള്ളത് നമ്മുടെ രാജ്യം വീണ്ടും തിരിച്ചറിഞ്ഞ സുന്ദരമായ നിമിഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ ആക്രമണങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാൻ വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെ ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് എണ്ണ, ഗ്യാസ് ഇതൊക്കെയായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്ക നമ്മുടെ രാജ്യത്തെ ജനതക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ആശങ്ക മുതലെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് ജിഹാദികള് മോദിക്കെതിരെ ഉറഞ്ഞുതുള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. ജിഹാദികളുടെ രണ്ട് തന്തയുള്ള സ്വഭാവം ഉണ്ടല്ലോ, തന്തയില്ലാത്തരം. ആ ഒരു സ്വഭാവത്തെ കുറിച്ചും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് ലോകം നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിയെ നമ്മുടെ രാജ്യം എത്ര സുന്ദരമായിട്ടാണ് നേരിട്ടത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ചരിത്രപരമായ ലോകം തന്നെ അന്തം വിട്ടു നിൽക്കുന്നതിന് സമമായിട്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ നമ്മുടെ രാജ്യത്തേക്ക്, മുംബൈ തീരത്തേക്ക് നമ്മുടെ കപ്പല് നങ്കൂരമിട്ടിരിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ ക്രൂഡ് ഓയിലുമായിട്ട് 1,35,355 മെട്രിക് ടൺ ക്രൂഡ് ഓയില് നമ്മുടെ രാജ്യത്തേക്ക് ഈ യുദ്ധ പ്രതിസന്ധിയിലും എത്തിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, ഈ യുദ്ധം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ചരക്ക് കപ്പല് ഹോർമൂസ് കടലിടുക്കിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ തീരമണിഞ്ഞിരിക്കുന്നത്. ഇതത്ര സുന്ദരമായ, ഇതത്ര അഭിമാനകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഇതാണ് മോദി ഗ്യാരണ്ടി. മോദിയുടെ ഭാരതത്തിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽ ആയിക്കൊള്ളട്ടെ, ചരക്ക് കപ്പലുകളെ ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യവും തൊടില്ല എന്നുള്ളതല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷവും രാജ്യത്തെ ജിഹാദികളും വലിയ രീതിയിൽ ദുഃഖത്തിലാണ്. ഇവിടെ ഗ്യാസ് ഒന്നും കിട്ടാതെ, ഇവിടെ പെട്രോൾ ഒന്നും കിട്ടാതെ, ഇതിനൊക്കെ കുത്തനെ വില കൂടി രാജ്യത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു രാജ്യത്ത് ജിഹാദികളുടെ പിന്തുണയോടുകൂടി പ്രതിപക്ഷം കാത്തിരുന്നത്. അവരുടെയൊക്കെ മണ്ടക്ക് അടിച്ചതുപോലെയാണ് സൗദി അറേബ്യയിൽ നിന്ന്. പ്രത്യേകം ഓർക്കണം, ഇറാൻ സൗദി അറേബ്യയെ പോലും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ സൗദി അറേബ്യയിൽ നിന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, റഷ്യയിൽ നിന്ന് LPG ഉൾപ്പെടെ, ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ 4 കപ്പലുകൾ പുറപ്പെട്ടു കഴിഞ്ഞു റഷ്യയിൽ നിന്ന്. ഇവിടെ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇവിടെ ഗെയിൽ പദ്ധതിക്കെതിരെ ഉറഞ്ഞു തുള്ളിയ ആളുകൾ, ഇടതുപക്ഷം, കോൺഗ്രസ് ഒക്കെ സകലരും ഉറഞ്ഞു തുള്ളിയിട്ടുണ്ടല്ലോ. പ്രാദേശികമായിട്ട് പോലും വലിയ സമരങ്ങള്. ഈ ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 7 വർഷം മുമ്പേ തന്നെ റഷ്യയുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ടാണ് 4 കപ്പലുകള് ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ LPG ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 4 കപ്പലുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിലുള്ള എണ്ണ പ്രതിസന്ധിയോ ഒരു തരത്തിലുള്ള ഗ്യാസ് പ്രതിസന്ധിയോ വരാൻ പോകുന്നില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിച്ചതല്ല. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദിയുടെ മികവാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഇവിടെ കോൺഗ്രസ് ഒക്കെ ചാടി വീണ് മോദി എന്താ ഇറാനെതിരെ പറയാത്തത്, മോദി എന്താ അമേരിക്കക്കെതിരെ പറയാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സകല കോൺഗ്രസ്സുകാരും, സകല കോൺഗ്രസ് നേതാക്കന്മാരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലായല്ലോ. ഈ യുദ്ധ പ്രതിസന്ധി സമയത്തും രാജ്യത്തെ ജനതയ്ക്ക് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഈ യുദ്ധ പ്രതിസന്ധിയിൽ പോലും രാജ്യത്തെ ജനതയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എവിടെ എന്തു പറയണമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം. അതൊന്നും ഒരു പരട്ട കോൺഗ്രസ് നേതാക്കന്മാരും നരേന്ദ്രമോദിയെ പഠിപ്പിക്കേണ്ടതില്ല. മറ്റൊന്ന്, ഇത് മാത്രമല്ല, അങ്ങ് കാനഡയിൽ നിന്ന്, അങ്ങ് ഓസ്ട്രേലിയയിൽ നിന്ന് വലിയ വാഗ്ദാനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് വേണ്ടി പ്രഖ്യാപനങ്ങൾ നടന്നു കഴിഞ്ഞു.
ഏതു പ്രതിസന്ധിയിലും ഞങ്ങൾ ഗ്യാസ് എത്തിക്കാം, ഞങ്ങൾ ഓയിൽ എത്തിക്കാം. പ്രഖ്യാപനവുമായിട്ട് കാനഡയാ ഒരു ഭാഗത്ത്. നമുക്കറിയാം, ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് പോലും നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് കാനഡയുടെ പ്രധാനമന്ത്രി പറന്നിറങ്ങിയത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. രാജ്യ തലസ്ഥാനത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് കാനഡയുടെ പ്രധാനമന്ത്രി ചർച്ച ചെയ്തത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. ആ കാനഡയുടെ പ്രധാനമന്ത്രി കാനഡയിൽ തിരിച്ചെത്തി ആദ്യം തന്നെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഏത് രീതിയിലും ഞങ്ങൾ വാതകം തരാൻ തയ്യാറാണ്, ഞങ്ങൾ ഗ്യാസ് ഓയിൽ തരാൻ തയ്യാറാണ്. ഇത്ര സുന്ദരമായ പ്രഖ്യാപനമാണ്. ഇതാണ് നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയുടെ മികവ് എന്ന് പറയുന്നത്. പിന്നെ ജിഹാദികളുടെ തന്തയില്ലാത്തരം എന്ന് പറഞ്ഞല്ലോ. ഈ ജിഹാദികൾക്കിപ്പോ ചാടി വീട് ഗ്യാസിന് വില കൂടുന്നു, പെട്രോളിന് വില കൂടുന്നു, എന്തൊരു പ്രതിസന്ധിയോ ഇവിടെ തീർന്നോ എന്ന് പറഞ്ഞാണ് ചാടി വീണ്. ഇവിടെ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും നമ്മുടെ രാജ്യത്തില്ല. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ രാജ്യത്ത് നടന്നു കഴിഞ്ഞു. ഈ ജിഹാദികൾ മോദിക്കെതിരെയാണോ ഈ ഗ്യാസ് പ്രതിസന്ധിക്കും ഈ പെട്രോൾ പ്രതിസന്ധിക്കും മോദിക്കെതിരെയാണോ ഉറഞ്ഞു തുള്ളേണ്ടത്? ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയിട്ടുള്ള ഇറാനെതിരെ ഇവര് ഒരക്ഷരം മിണ്ടുന്നില്ല. മോദിക്കെതിരെ പറയുന്ന സകല എണ്ണങ്ങളും ഇറാന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവരാ. ഈ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സകല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇറാന് ഗൾഫ് രാജ്യങ്ങളെ പോലും ലക്ഷ്യം വെച്ചതുകൊണ്ടാ. ലേശം അന്തസ്സുണ്ടെങ്കിൽ ഇറാനോട് മുട്ടിയ ഇസ്രായേലിനോട് തന്നെ നേർക്ക് നേർ മുട്ടണ്ടേ? അത് അവരെ കൊണ്ട് ആവുന്നില്ല. അവരെന്നിട്ട് ഗൾഫിലേക്കാ ഇക്കഴിഞ്ഞ മണിക്കൂറിലും UAE-യിലേക്ക് ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. ഈ ഇറാന് വേണ്ടി നിലകൊള്ളുന്ന സകല ആളുകളും മോദിക്കെതിരെ ഗ്യാസ് പ്രശ്നമോ പെട്രോൾ പ്രശ്നം, ആരാ ലോകത്ത് യുദ്ധം നടത്തുന്നത്? മോദിയാണോ? ഇത് സകല എണ്ണം കൂടി മോദിയുടെ തലയിലേക്ക് ഓടി വരുന്നുണ്ട്. മോദിയല്ല, മോദി പ്രതിസന്ധി പോലും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി സുന്ദരമായിട്ട് കൈകാര്യം ചെയ്തു. രാജ്യം കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്നത് വെച്ചാൽ ഇറാന്റെ കൂടെ ഇപ്പൊ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ജിഹാദികൾക്ക് വേണ്ടിയാണല്ലോ കോൺഗ്രസ് ഇവിടെ ഇപ്പോ വർക്ക് പോലും ചെയ്യുന്നത്. നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഈ ലോകം യുദ്ധ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ സമയത്ത് പോലും രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്നും എണ്ണയും വാതകങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ പോവാ. സൗദി അറേബ്യയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. ഇതൊക്കെ എത്ര സുന്ദരമാണ്. ഇതൊക്കെ നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം യുദ്ധഭീഷണി നേരിടുന്ന ഈ സമയത്ത് നമ്മുടെ രാജ്യത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നോ? അതൊക്കെ തന്നെ സുന്ദരമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മറികടന്നിരിക്കുന്നു. മോദി ഗ്യാരണ്ടിയാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും വാതകവുമായി ബന്ധപ്പെട്ട് ഓയിലുമായി ഒരു തരത്തിലും പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. സമാധാനത്തിൽ രാജ്യത്തെ ജനതയ്ക്ക് മുന്നോട്ട് പോവാം. ലോകം ഏത് രീതിയിലുള്ള യുദ്ധഭീതിയിലാണെങ്കിലും നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭാരതത്തിലെ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ലാതെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട.